സുവിശേഷം 11-25 ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇന്നത്തെ വിശുദ്ധ ബലിയർപ്പണവേളയിൽ ഈശോയാകുന്ന പുനരുദ്ധാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ ദൈവിക വരങ്ങളും ദാനങ്ങളും ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഒരുമയോടെ ബലിയർപ്പിക്കാം. വളരെ പ്രത്യേകമായ ദിവസഭ എന്ന സകല മരിച്ചവരുടെയും തിരുനാൾ കൊണ്ടാടുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ നിന്നും നിത്യസമ്മാനത്തിനായിട്ട് വിളിക്കപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും നമുക്ക് ഓർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആരെങ്കിലും പ്രാർത്ഥിക്കാനില്ലാതെ ശുദ്ധീകരണ ആത്മാക്കളെ നമുക്ക് ബലിയർപ്പണത്തിൽ സമർപ്പിക്കും. അതോടൊപ്പം തന്നെ ഇന്നേ കഴിഞ്ഞ വർഷം 18ഓളം പേരാണ് നമ്മുടെ ഇടവക കുടുംബത്തിൽ നിന്നും കർത്താവിന്റെ സന്നിധിയിലേക്ക് അവരെ നമുക്ക് ഓർക്കാൻ പ്രാർത്ഥിക്കും. നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ രീതിയിൽ ഒരു മനസ്സോടെ ഭക്തിയോടെ നമുക്ക് അർപ്പിക്കാം.
എന്റെ കർത്താവേ, സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഏൽപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനത്തെ പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും സ്തുതിയും കൃത്യത്തിന്റെയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെടുന്നവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. സഹോദരന്റെ പുറപ്പാടിന്റെ പുസ്തകത്തിലുള്ള വായന 40-ാം അധ്യായം 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ആസ്വദിക്കും. രണ്ടാം വർഷം 1-ാം മാസം 1-ാം ദിവസം കൂടാരം സ്ഥാപിക്കപ്പെട്ടു.
മോശ കൂടാരമുയർത്തി അതിൻ്റെ പാതുകക്കുടകൾ ഉറപ്പിച്ചു, പലകൾ പിടിപ്പിച്ചു, അഴികൾ നിരത്തി, തൂണുകൾ നാട്ടി. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കൂടാരത്തിന്റെ വിധാനം ഒരുക്കി, വിധികൾ നിരത്തി. അവൻ ഉടമ്പടി പത്രിക എടുത്തു, പേടകത്തിൽ വെച്ചു, തണ്ടുകൾ പേടകത്തോട് ഘടിപ്പിച്ചു. പേടകത്തിന് മീതെ കൃപാസനം സ്ഥാപിക്കപ്പെട്ടു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ സാക്ഷ്യപേടകം കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു. അത് തിരിശീല കൊണ്ട് മറച്ചു. അവൻ സമാഗമ കൂടാരത്തിൽ ശ്രീകോവിലിന്റെ വടക്കുവശത്തായി യവനിലേക്ക് വെളിയിൽ മേശ സ്ഥാപിച്ചു. അതിന്മേൽ കർത്താവ് കൽപ്പിച്ചതുപോലെ അവിടുത്തെ മുൻപിൽ ക്രമപ്രകാരം അപ്പവും വെച്ചു. സമാഗമ കൂടാരത്തിൽ മേശയ്ക്കെതിരായി ശ്രീകോവിലിന്റെ തെക്കുവശത്ത് വിളക്കുകൾ സ്ഥാപിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കർത്താവിന്റെ മുൻപിൽ വിളക്കുകൾ വെച്ചു. സമാഗമ കൂടാരത്തിൽ തിരുശീലയുടെ മുൻപിൽ ധൂപാർച്ചനയ്ക്കുള്ള സ്വർണ്ണപീഠം സ്ഥാപിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അതിന്മേൽ പരിമള ദ്രവ്യങ്ങൾ പുകച്ചു. കൂടാരത്തിന്റെ വാതിൽക്കൽ തിരശ്ശീല തൂക്കിയിട്ടു. കർത്താവ് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ ദഹന ബലിപീഠം സ്ഥാപിക്കുകയും അതിന്മേൽ ദഹന ബലിയും ധാന്യബലിയും അർപ്പിക്കുകയും ചെയ്തു.
വിശുദ്ധമായ പ്രബോധനകാരെ പ്രബോധന സഭയിലേവർക്കും അവിടുന്ന് തന്റെ പ്രവാചകനാളിനെ പ്രബലമാവുകയും ചെയ്യട്ടെ. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെല്ലലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്ത് ദാനം ചെയ്താലും എന്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ധൈര്യമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം ഉയർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും, നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തിവിചാരം നടത്തി. എന്നാൽ പ്രായപൂർത്തി വന്നപ്പോൾ ശിശുസഹിതമായവ ഞാൻ കൈവിടുന്നു. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. നമ്മുടെ പിതാവായ മിശിഹായിക്ക് സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. യേശു യെശയ്യാ പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപകയോഹന്നാനെന്നും മറ്റു ചിലർ ഏലിയാ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു,
ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവരോട് അരുൾ ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗ്ഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗ്ഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. നമ്മുടെ കർത്താവായ യേശുവായിരിക്കും സ്തുതി. ഈശോയെ സ്നേഹിക്കപ്പെടുന്ന വികാരിച്ച വിനോദ ഷിജോളച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, യുവജനങ്ങളെ, കുഞ്ഞുങ്ങളെ, ആദ്യമേ തന്നെ ഇന്നേ ദിവസത്തിന്റെ ഓർമ്മ തിരുനാളിന്റെ പ്രാർത്ഥന ആശംസകൾ ഏവർക്കും നേടുകയാണ്. സഭാമാതാവ് ഇന്ന് രണ്ട് ചിന്തകളിലേക്കാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഒന്നാമതായിട്ട് സകല മനുഷ്യരെ നമ്മൾ ഓർക്കണം, പ്രാർത്ഥിക്കണം എന്നുള്ളതും, രണ്ടാമതായിട്ട് ആരാധന മത്സരത്തിൽ പുതിയ കാലത്തിലേക്ക്, പള്ളിക്കുദാശ കാലത്തിലേക്ക് നമ്മൾ ഇന്ന് മുതൽ 4 ആഴ്ച പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വായനകളുടെ എല്ലാം സാരാംശം നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുനരുദ്ധാനത്തെ കുറിച്ചും ദൈവസ്നേഹത്തെ കുറിച്ചും ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട മനോഭാവങ്ങളെ കുറിച്ചാണ് വചനം നമ്മെ പഠിപ്പിച്ചത്. സകല മനുഷ്യരുടെ തിരുനാൾ കൊണ്ടാടുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വന്ന ഒരു ചിന്ത, ഈ കഴിഞ്ഞ നാളിൽ ഒരു വ്യക്തിയുമായിട്ട് ഞാൻ സംസാരിക്കുവാനായിട്ട് ഇടവന്നു. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വായിച്ചെടുത്ത അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ തിരിച്ചറിഞ്ഞ ഒരു സത്യം, വല്ലാതെ അദ്ദേഹം ആകുലപ്പെട്ട് ഭയത്തിന്റെ നിഴലിൽ കഴിയുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ ചോദിച്ചു, എന്താണ് അങ്ങേക്ക് പറ്റിയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവം തന്ന കൃപയിൽ നിന്നുകൊണ്ട് ഞാൻ ഒരുപാട് അധ്വാനിച്ചു. എന്നാൽ സാധിക്കുന്ന തരത്തിൽ എന്റെ ആരോഗ്യം വെച്ചിട്ട് ഞാൻ സമ്പത്ത് ഞാൻ ശേഖരിച്ചു. പക്ഷെ എന്നെ വല്ലാതെ അലട്ടുന്ന ഒരു ചിന്ത എന്റെ മരണമാണ്. കാരണം ഞാൻ കാലം അത്രയും നേടിയതൊക്കെയും ഒരു നാൾ ഞാൻ ഈ ഭൂമിയിൽ വെച്ച് പോകണമെന്നുള്ള ഒരു ചിന്ത എന്നെ വല്ലാതെ രസിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, ഓടാനും ഓട്ടം അവസാനിപ്പിക്കുവാനും ഒരു സമയമുണ്ട്. അതിനെ നമ്മൾ ഉൾക്കാതെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നതിന്റെ അർത്ഥം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന്. രണ്ടാമതായി അദ്ദേഹത്തോട് പറഞ്ഞു, മരണമെന്നുള്ള സത്യത്തെ നമ്മൾ തിരിച്ചറിയാമെന്ന് പറയാനുള്ള കാരണം ആധുനിക ശാസ്ത്രം ഇത്രമേ വളർന്നിട്ടും ഇന്നും തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു സത്യം എന്താണ് മരണം എന്നതാണ്. ഈ മരണശേഷം നമ്മോടൊപ്പം നടന്ന് സംസാരിച്ച് സഞ്ചരിച്ച വ്യക്തി പിന്നെ ഇല്ല. അദ്ദേഹത്തിന്റെ ആത്മാവ് നിത്യതയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഉൾക്കൊള്ളുന്നുവെന്ന് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് മരണത്തെ നമ്മൾ മനസ്സിലാക്കണമെന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. രണ്ടാമതായിട്ട് ഇതുമായിട്ട് ചേർന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഒരിക്കൽ ഒരു ഇടവക ദേവാലയത്തിന്റെ സെമിത്തേരി കല്ല മാറ്റി അവിടെ ഉണ്ടായിരുന്ന മൃതശരീരം മറ്റൊരു കല്ലറയിലേക്ക് മാറ്റുന്ന വേളയിൽ അതിന്റെ സഹായിക്കുവാനായിട്ട് എനിക്കൊരു ദിനം കിട്ടി, അവസരം കിട്ടി. ആ സമയത്ത് നമ്മുടെ കൂടുതൽ ചെയ്യുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ഈ കിടക്കുന്ന മനുഷ്യൻ ഈ പ്രദേശത്തെ മാറ്റിയ ഒരു വ്യക്തിയാണ്. ആയ കാലത്ത് സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ചു, കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു, ധാരാളം സമ്പത്ത് ശേഖരിച്ചു, എല്ലാം അദ്ദേഹം ശേഖരിച്ചു. ഇനി അവശേഷിക്കുന്നത് ഈ
ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇത്. അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ശരീരത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം മാറ്റി മറ്റൊരു കടലിലേക്ക് സംസ്കരിച്ചതിന് ശേഷം ഞാൻ തിരിച്ചെന്റെ പള്ളിമുറിയിലെത്തി. ഞാൻ ചിന്തിച്ചൊരു വായിച്ചെടുക്കാൻ ധ്യാനിച്ച ഒരു കാര്യം, നമ്മൾ എന്തെല്ലാം നേടിയാലും അവസാനം എനിക്ക് സ്വന്തം എന്ന് പറയുവാനായിട്ട് ഈ 6 അടി മണ്ണിലെ അഴുകി ചേർന്ന പൊടിയായി ചേർന്ന ഒരു ജന്മം മാത്രമാണ്. കാരണം ഈ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നേടിയെന്ന് പറഞ്ഞു, പക്ഷേ ആ അല്ലാതെ തോന്നുമ്പോൾ ഞാൻ കണ്ട കാഴ്ച വെറും പൊടിമണ്ണ് മാത്രമായിട്ട് ആ ശരീരം മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവജനങ്ങളെ, ഈ തിരുനാൾ ഇന്നേ ദിവസം നമ്മൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ആത്യന്തികമായ ചിന്ത എന്താ എന്ന് ചോദിച്ചാൽ, പൗലോസ്ലീഹ തന്റെ ലേഖനഭാഗത്ത് പറഞ്ഞു വെച്ചു, സ്നേഹം ഇല്ല എങ്കിൽ ഞാൻ എന്തെല്ലാം നേടിയാലും അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന്. ഞാൻ ഈ ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ എന്നെ അടയാളപ്പെടുത്തേണ്ട വസ്തുത എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ ഈ ലോകത്ത് അവിശേഷിപ്പിച്ച സ്നേഹത്തിന്റെയും കരുണയുടെയും അനുകമ്പയുടെയും ചേർത്ത് നിർത്തലിന്റെയൊക്കെ പ്രകടനങ്ങളായിരിക്കും നമ്മെ പിന്നീടുള്ള തലമുറയ്ക്ക് വായിക്കുവാൻ ഉള്ള പാഠപുസ്തകമായിട്ട് മാറുക. അല്ലാതെ നമ്മൾ നേടിയ സമ്പത്തിനെ കുറിച്ചോ നമ്മൾ നേടിയ സ്ഥാനമാനങ്ങളെ കുറിച്ചോ നമ്മൾ ഈ കാലത്തെ ഓടിയ അധ്വാനത്തെ കുറിച്ചോ ആരും പറയത്തില്ല. മറിച്ച് അവൻ ഈ ലോകത്ത് നിന്ന് കടന്നു പോയപ്പോൾ എന്ത് തന്റെ പ്രിയപ്പെട്ടവർക്ക് തന്റെ ചുറ്റുപാടുള്ളവർക്ക് കൊടുത്തു, അതിനെയായിരിക്കും യഥാർത്ഥത്തില് മനുഷ്യർ ഓർക്കുക. അതുകൊണ്ടാണ് നമ്മുടെ യഥാർത്ഥത്തില് മരിച്ചു പോയവരെ നമ്മൾ ഓർക്കുമ്പോൾ അവർ നമുക്ക് നേടി തന്നതല്ല, മറിച്ച് അവരിൽ നിന്ന് നമ്മൾ അനുഭവിച്ച സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും തുടങ്ങിയിട്ടുള്ള പുണ്യങ്ങളാണ് നമ്മൾ ഓർക്കുക. അതിൽ നിന്നാണ് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയരുന്നത്. രണ്ടാമതായിട്ട് ഈ മരണത്തെ കുറിച്ചുള്ള ചിന്തയിൽ ഞങ്ങളുടെ സഹവൈദികനായ ബഹുമാനപ്പെട്ട മൈക്കിൾ കാലിക്കറ്റ് അദ്ദേഹം ആശുപത്രിയിലാണ്, കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് സീരിയസ് ആണ്. അഭിനയ പിതാവിനും വൈദികർക്കും അദ്ദേഹം ഒരു കത്തെഴുതി. ഞങ്ങളുടെ അഡ്മിഷൻ ഗ്രൂപ്പില് അത് വിടുകയും ചെയ്തു. എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു കാര്യം, എത്രമാത്രം സ്വർഗത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ്. അദ്ദേഹം എനിക്ക് ഒരു വാക്യമാണ് വല്ലാതെ സ്പർശിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കാനായിട്ട് പോവുകയാണ്. എനിക്ക് ആരോടും പരിഭവമില്ല, ഒരു പരാതിയുമില്ല, എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു. എന്നെ എന്റെ സ്വർഗീയ പിതാവ്, എന്റെ അപ്പൻ എന്നെ അങ്ങോട്ട് വിളിക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ എത്ര പേർക്ക് ഇപ്രകാരമുള്ള സ്വർഗോന്മുഖമായ ചിന്ത ഉണ്ട് എന്ന് ഈ തിരുനാൾ കൊണ്ടാടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട മൂന്നാമത്തെ ധ്യാന വിഷയമാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, ഈശോ തന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? തന്റെ ചൂടും തന്റെ കരുണയും തന്റെ സ്നേഹവും അനുഭവിച്ച ശിഷ്യ സമൂഹത്തിന് അത് പറയാൻ സാധിക്കാതെ വന്നപ്പോൾ ശിഷ്യ പ്രമുഖനായ പത്രോസ് പറയുകയാണ്, നീ ദൈവപുത്രനാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നാലാമത്തെ ചിന്ത എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ക്രിസ്തു എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ഈ ചോദ്യത്തിന്, ഞാൻ ആരാണെന്നാണ് ഈ പറയുന്നത് എന്നുള്ള ചോദ്യത്തിന് എന്റെയും നിങ്ങളുടെയും മറുപടി എന്താണ് എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. നീ ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്ന് ഞാൻ പറയുവാൻ തക്കവണ്ണം എന്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഉന്നതങ്ങളിലേക്ക് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പുനരുത്ഥാനത്തിൽ നീ വിശ്വസിക്കും. പുനരുത്ഥാനത്തിന് ചേർന്ന തരത്തിൽ നീ നിന്റെ ജീവിതത്തെ ക്രമീകരിക്കുമെന്ന് ഈശോ പറയുകയാണ്. വിശുദ്ധ വഴിയുടെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞ വചനമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11:25 ഞാൻ പുനരുത്ഥാനം ജീവനുമാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തെ ചിന്ത ഇത് തന്നെയാണ്. ഞാൻ ഈ ദേവാലയത്തിൽ നിന്നും സ്വീകരിച്ച ഔദാശിക പുണ്യങ്ങൾ അത്രയും എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പുനരുത്ഥാനത്തിന്റെ മഹത്വത്തിലേക്കാണ്, സ്വർഗ്ഗപിതാവിന്റെ സന്നിധിയിലേക്കാണ് എന്ന് തിരിച്ചറിയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ
നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നത്. ഇന്ന് പലപ്പോഴും പലർക്കും നിരാശയാണ്, കുടുംബങ്ങളിൽ അസ്വസ്ഥതകൾ രൂപപ്പെടുകയാണ്. എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഭവനത്തിൽ പോയി. അവിടുത്തെ പ്രശ്നപരിഹാരത്തിനായിട്ട് പോയതാണ്. എന്താണ് പ്രശ്നം? സ്വന്തം അപ്പൻ മകനെ കൊണ്ടുപോകാനായിട്ട് വാക്കുത്തിയുമായിട്ട് അവന്റെ അടുത്തേക്ക് പോയപ്പോൾ ആ അമ്മ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു, അച്ഛാ ഒന്ന് ഓടി വന്ന് ഈ അവസ്ഥ ഒന്ന് തടയണമേ എന്ന്. ഞാൻ വിചാരിച്ചതുപോലെ ആ ഭവനത്തിൽ ചെന്നു, അവരോട് സംസാരിച്ചു, പ്രാർത്ഥിച്ചു. ഇപ്പോൾ ആ രംഗം ശാന്തമാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എനിക്കും സ്വർഗത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടില്ല, ഞാൻ ദൈവവൈദ്യാണെന്നുള്ള ചിന്തയില്ല. ഇല്ല എങ്കിൽ എങ്ങനെയാണ് ഒരു അപ്പന് സ്വന്തം മകനെ കൊല്ലുവാൻ തക്കവണ്ണമുള്ള കോപവും വൈരാഗ്യവും വിദ്വേഷവും മനസ്സിന്റെ അന്തരങ്ങളിലേക്ക് രൂപപ്പെടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, ചുരുങ്ങിയ കാലത്ത് അവസാനമായി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതം 80 ഏറിയാൽ 90. ഈ കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ നമ്മൾ മാക്സിമം നമ്മൾ സ്വരൂപിക്കുക. സ്വർഗത്തിലെ നിക്ഷേപങ്ങൾ നമ്മൾ കൂട്ടിക്കൊണ്ടുവരിക. അല്ലാതെ ഈ ഭൂമിയിലുള്ള എന്റെ സ്ഥാനങ്ങളോ എന്റെ പദവികളോ എന്റെ സമ്പത്തോ ഒന്നും നിത്യതയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ മരണമില്ലാതെ ഞാൻ നിൽക്കുന്ന അവസ്ഥയ്ക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയില്ല എന്ന് തിരിച്ചറിയണമെന്ന് പ്രിയപ്പെട്ട ദൈവജനമേ നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം. അപ്രകാരം ചിന്തിക്കുമ്പോൾ എന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഞാൻ കൊടുക്കേണ്ട ദാനമാണ്, മറ്റുള്ളവർക്ക് ഞാൻ കൊടുക്കേണ്ട നന്മയാണ്, ഞാൻ കൈനീട്ടേണ്ട അനുഗ്രഹത്തിന്റെയും സഹായത്തിന്റെയും കരങ്ങളാണ് എന്ന് തിരിച്ചറിയുന്നത്. തീർച്ചയായും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, ദൈവം നമ്മെ അനുഗ്രഹിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ യാത്ര വേളയിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നും വേർപെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. ആരും ഓർമ്മല്ലോ, കാരണം മനുഷ്യനാണെങ്കിൽ അവന് ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്. ഈ ഭൂമിയിലായിരിക്കുന്ന ഞാനും നിങ്ങളുമാണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് യാത്ര ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. ആ പ്രാർത്ഥനകൾ ആത്മാർത്ഥതയോടുകൂടി ആയിരിക്കട്ടെ. കാരണം ഞാനിന്ന് പ്രാർത്ഥിച്ച നാളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ദേശത്തെ, ഒരു സമൂഹത്തെ, ഒരു കുടുംബത്തെ ദൈവം സൃഷ്ടിക്കും, രൂപീകരിക്കും. അവർക്ക് തോന്നലുകൾ, ചിന്തകൾ അവർക്ക് കൊടുക്കും. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആമേൻ. അങ്ങയുടെ ശരീരങ്ങളാൽ ഘോഷിക്കപ്പെടുന്നതായി സമൂഹത്തിൽ നീ പ്രസാദിക്കണം. പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിൽ അങ്ങ് പിതാവിനോടായിരിക്കുന്നത് പോലെ ഞങ്ങളും അങ്ങയെ ഒന്നായിരിക്കുവാൻ സഹായിക്കണമേ. നിത്യസൗഭാഗ്യങ്ങൾ നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങളെവരെയും നിലനിൽക്കുന്ന അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥാ
സർവകാലം
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തലങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും അനുഭവമായി സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അവതരണം കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും ആരാധന്മാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കൂപ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ഗോപ്യന്മാരോടും ശ്രാവ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി
നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെല്ലാവർക്കും ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, അങ്ങ് പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തത് മാത്രമല്ല അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവിതത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് നിശ്ചയമായി ഞങ്ങളെ സമർപ്പിക്കുകയും ബദലായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടമകൾ ക്ഷമിച്ച് വിശദീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജയരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അമ്മയുടെയും ബഹുമാനത്തിന് അങ്ങയുടെ സ്ഥലങ്ങളിൽ ജനകമായി വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാലത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി അഭിഷേകത്തിന്റെ ശരീരങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ശംശിഹായച്ചെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ രക്ഷിതാവെന്ന് ജീവിതായുധമായ സുവിശേഷം വഴി വിശുദ്ധമാമോദീസയുടെ സജീവവും ജീവിതായുധമായ അടയാളത്താലും പരിശുദ്ധ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ശംശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവിതായുധവും ദൈവികവുമായ ദിവസത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളട്ടെ. നിന്റെ ദാസരുടെ കൃപാലയം അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ പിഴകളെ പ്രത്യാശിക്കുന്നതിനെ പ്രിയപ്പെട്ടവരെല്ലാവരും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയ വിസ്മയാപമായ രക്ഷാവതാരത്തെയും കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പരിഹരിക്കുന്നു. അങ്ങയുടെ വിശുദ്ധതയുടെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടെ പ്രത്യാശയുടെ കൂടെ ഞങ്ങൾ അങ്ങേക്ക് ദൈവമേ, അങ്ങയുടെ
തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും ശുദ്ധവും പരിശുദ്ധവും ജീവനായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ പരമാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകവുമായ ഈ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചനം രക്ഷയെ പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും നമ്മളെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങൾ മഹോന്നത ദൈവമായ ഈ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധ്യാപകരെ അവിടുന്ന് പ്രവർത്തിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, മനോവിശ്വാസത്തോടെ അങ്ങയുടെ ദർശനത്തിൽ എപ്പോഴും നിർമ്മലതയും പ്രസന്നവതനും നിഷ്കളങ്കമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രധാനം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇപ്പോഴും എപ്പോഴും നീക്കും Yeah.
നമ്മെ ജീവിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കർത്താവ് അവിടുത്തെ കാരണത്താൽ Thank you.
ഭാഗമായിരുന്നു നമ്മുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണം. ഇന്നേ ദിവസം നമ്മളുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ 2ാം ദിവസമാണ്.
അവനെ കടകളിൽ അമ്മയ്ക്ക് സ്തുതി. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ സ്നേഹവും പരിപാലനയും നൽകി അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പുതിയ ഒരേശമായി സഭയെ തിരഞ്ഞെടുത്ത അങ്ങയുടെ അനന്തകാരുണ്യം ഞങ്ങൾ വാഴ്ത്തുന്നു. തിരുനാമത്തിൽ ഒന്ന് ചേർന്ന് അങ്ങയെ ആരാധിക്കുവാനും ദിവ്യരഹസ്യങ്ങളിൽ പങ്കുചേരുവാനും ഭാഗ്യം ലഭിച്ച ഞങ്ങളെ സ്വർഗവാസികളോടുകൂടെ അങ്ങയെ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുവാൻ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനെ നയിക്കും. ആമേൻ. പിതാവേ, ആശീർവദിക്കണമേ. കാരുണ്യവാനായ കർത്താവേ, നിന്റെ അമൂല്യരക്തത്താൽ ഞങ്ങളെ വിശദീകരിച്ചതിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ തിരുവചനം ശ്രദ്ധിക്കുവാനും തിരിച്ചറിയ രക്തങ്ങൾ അനുഭവിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിനെ ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ ആലയമാകുന്ന ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധമായി സംരക്ഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സഭയുടെ ചെറിയ കുടുംബങ്ങളെ വിശ്വാസത്തിൽ വളർത്തണമേ. സർവ്വത്തിന്റെയും നാഥായ എന്നേക്കും. ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടെ ആവരുതേ.